ഇപ്പോൾ നമ്മൾ യാത്ര പിന്നിട്ട് കുറച്ച് മൂവായി വരുമ്പോഴേക്ക് തന്നെ മഴ, അതായത് നമ്മൾ എത്തിയത് ഇവിടെ അത്താണിയൊന്നും എത്തിയിട്ടില്ല. നമ്മൾ കളമശ്ശേരി എത്തിയപ്പോൾ തന്നെ മഴ കൂടി വരുന്നുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ എന്താ അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആലുവ എത്താറായിട്ടുണ്ട്. അതായത് എയർപോർട്ട് പോകുന്ന വഴിയില്ല, എയർപോർട്ട് പോകുന്ന ഹൈവേയിലേക്ക്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് എവിടെയെങ്കിലും നിർത്തി ഒന്ന് ചായ കുടിക്കണമെന്നുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പോവാം. പിന്നെ നോക്കിയിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് എടുത്ത് എന്തെങ്കിലും ചായ ചോറ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതൊക്കെ കഴിച്ച് പോവാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സ്ഥലമൊന്നുണ്ട് ആലുവയിൽ. അത് പക്ഷേ വരുമ്പോൾ ശ്രദ്ധിച്ചില്ല, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ എവിടുന്നേലും സൈഡാക്കാൻ പറ്റിയെടുത്തുനിന്ന് ചായ കുടിക്കാൻ താമസിക്കുന്നുണ്ടായി. അപ്പോൾ നമ്മൾ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ളത് ചാലക്കുടി എത്താറായിട്ടുണ്ട്. ചാലക്കുടി എത്തിയിട്ടില്ല, NH കയറി. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എന്താ പറയുക, ചായ കുടിക്കാനുള്ള എവിടെയെങ്കിലും സൈഡാക്കാൻ പറ്റുവാണെങ്കിൽ ചായ കുടിക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല ക്ലൈമറ്റ്, ഇപ്പോൾ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു ശാന്തമായ ക്ലൈമറ്റ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നോക്കിയിട്ട് ഒന്ന് സൈഡാക്കി ചായ കുടിച്ചിട്ട് ബാക്കി റൂട്ട് പോവാം. അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലം നമ്മൾ ഇനി ഏതായാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നല്ലൊരു ക്ലൈമറ്റ്. അവിടുന്ന് അത് കാണുന്നുണ്ടോയെന്നറിയില്ല, മലയുടെ അവിടുന്ന് ഇങ്ങനെ നല്ല മഞ്ഞ് പൊങ്ങുന്നത് കാണുന്നുണ്ടോയെന്നറിയില്ല, കാണാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടീൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, ചെന്നൈ ആനന്ദ ഭവൻ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി, അല്ലേ പിന്നെ കഴിക്കാൻ വേണ്ടി ഇനി പിന്നെ വേറെ നിർത്തണ്ടല്ലോ. ആദ്യം ചായ കുടിക്കാമെന്ന് കരുതി, പിന്നെ രണ്ടും കൂടെ ഒപ്പരങ്ങാക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷം, ഇവിടുത്തെ ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്, കഴിച്ചിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ 5 മണിക്കൂർ 10 മിനിറ്റാണ് കാണിക്കുന്നത് കണ്ണൂരേക്ക്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എവിടെയും ഇറങ്ങാനൊന്നുമില്ല, ഫുഡും ഒക്കെ കഴിച്ചല്ലോ. ഇനി നേരെ നമുക്ക് പോവാം. നമ്മൾ അങ്ങനെ പാലിയേക്കര ടോൾ എത്താനായി. വരുന്ന വഴിക്കൊന്നും വലിയ തിരക്കൊന്നും കണ്ടിക്കില്ല, പക്ഷേ ഇവിടെ കുറച്ച് ബ്ലോക്ക് കാണുന്നുണ്ട്. ടോൾ എത്താനായതുകൊണ്ടായിരിക്കും. അവിടെ സർവീസ് റോഡിലുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, തിരക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിൻ റോഡിലെത്തിയപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നേരെ ടോളിലേക്ക് പോയിട്ട് നമുക്ക് ടോള് പാസ് ചെയ്യാം. ഇപ്പോൾ ടോള് ഇല്ലല്ലോ പാലിയേക്കര, അല്ലേ? ടോളൊക്കെ അടിച്ചു വെച്ചിരിക്കല്ലേ, അറിയില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ അറിവ്. നോക്കാം നമുക്ക്. ഇപ്പോൾ ടോൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ടോളുണ്ടോ? നമ്മളെന്തായാലും GPS റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ GPS കണ്ടോ, ബാലൻസ് 300 ഉണ്ട്. മിനിമം 200 ഇത് എയർടെലിൻ്റെ ഫാസ്ടാഗാണ്. 300 രൂപ ബാലൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ടോള് കട്ടാവുന്നു. ഇവിടെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ടോള് കട്ടായോ ഇല്ലയെന്ന് അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ GPS ബാലൻസ് എത്രയുണ്ട് നോക്കാം ഫാസ്ടാഗിൻ്റെ. അപ്പോൾ നമുക്ക് ടോള് എടുത്തിട്ടുണ്ട്. 300 രൂപയായിരുന്നു ഉണ്ടായത്, 282 ആയിട്ടുണ്ട്. അപ്പോൾ ടോള് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 300 280 18 രൂപ, 18 രൂപയാണ് ടോള്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്.
ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂർ 176 കിലോമീറ്റർ ആണുള്ളത്. അങ്ങനെ ഇതാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ അങ്ങനെ കാലുകുത്തി നമ്മുടെ വണ്ടി. ഇവിടെ സിഗ്നലുണ്ട്. അപ്പോൾ നമ്മൾ ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ നല്ല 2 ഭാഗത്തും നല്ല വയൽ, നല്ല കിടിലൻ സ്ഥലം. 2 ഭാഗത്തും നല്ല വയലും ഒരു വെറൈറ്റി നല്ല ക്ലീൻ റോഡും, അടിപൊളി സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താന്ന് വെച്ചാൽ എന്താ അക്കിക്കാവ് റോഡ് എന്നാണ്. കുറച്ച് ഒരു 600-800 മീറ്റർ ആണല്ലോ ആ ഒരു കാഴ്ച. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. മഹീന്ദ്രൻ്റെ പുതിയ B6 എന്ന് പറഞ്ഞ വണ്ടി. ഇതിലെങ്ങനെ ബാക്ക് കാണാൻ ഇത്രയും ഹൈറ്റാണ് വണ്ടി. നമ്മളെ വണ്ടി മൊത്തം കാണാം അതിൽ. ഗ്ലാസിങ് മുകളിലല്ല. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എടപ്പാളിലെത്തി. കാലിക്കറ്റ് റോഡ് എടപ്പാൾ. അങ്ങനെ ഇപ്പോൾ സമയം 10:45. ഇനി ഒരു 135 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂറാണ് കാണിക്കുന്നത്. 1:45 നമുക്ക് നാട് പിടിക്കാൻ പറ്റും. ഓക്കെ. വലിയ ട്രാഫിക് ഒന്നും വരുന്നിടത്തൊന്നും വലിയ ട്രാഫിക് ഇല്ല. ഞാൻ ശരിക്കും രാത്രി വരാമെന്നാണ് കരുതിയത്. രാത്രിയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ലോറിക്കാരെ കളികൾ. ഇപ്പോൾ വലിയ ട്രാഫിക്കിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ല. ഇനി അങ്ങോട്ടെങ്ങനെയാണെന്ന് അറിയില്ല. രാത്രിയാകുമ്പം എന്താ പറയുക, ലോറിക്കാരൊക്കെ ബ്രൈറ്റ് ഇട്ട് പോയി കണ്ണിനൊക്കെ ഡിമ്മും അടിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഒന്ന് പകല് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താ വിശേഷങ്ങളെന്ന് നോക്കാം. നമ്മളിപ്പോൾ അങ്ങനെ NH 66 കയറി. ഇനി കോഴിക്കോട് പിടിക്കണം. ഇപ്പോഴത്തെ റോഡ് നല്ല റോഡ് കേട്ടോ. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം സ്പീഡ് ക്യാമറിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം 80 തട്ടിക്കാണ്ട് പോകണം. എവിടെയാ ക്യാമറ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇത് ടാക്സി ആയതുകൊണ്ട് ഇതിൽ മറ്റേ ഇതുണ്ട് 80ൻ്റെ അപ്പുറം ഇത് അടിയും. സ്പീഡ് ഗവർണർ ഉള്ളത് കൊണ്ട് പ്രൈവറ്റ് വണ്ടിയൊക്കെ അടിച്ചു വിട്ട് പോവാം. 80 നിയമപരമായ കാറുകൾക്കുള്ള വേഗ പരിമിതി. അപ്പോൾ 80 പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആസ്വദിച്ച് പോവാം. വെറുതെ എന്തിനാ സ്പീഡ് എടുത്തിട്ട്. ഇതിൽ 80 കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നോക്കോ, 80 കഴിയുമ്പോൾ സൗണ്ട് വന്നല്ല, കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. കീക്കി അടിക്കും. അപ്പം നല്ല റോഡ്, അടിപൊളി കണ്ടീഷൻ റോഡ്. എന്തായാലും ബൈപ്പാസ് കാസർഗോഡ് വരെ ഇതുപോലത്തെ റോഡാണെങ്കിൽ നല്ല സുഖത്തിൽ, കണ്ണൂർ ടു കൊച്ചി വരെയുള്ള ഇങ്ങനത്തെ റോഡാണ് നല്ല സുഖത്തിൽ പോവാം. പക്ഷെ ബൈക്കിന് ബൈപ്പാസിൽ ഇത് പെർമിഷൻ ഇല്ല എന്നാണ് കണ്ടത്, ബൈക്ക് ഓട്ടമൊക്കെ. പക്ഷെ ഇപ്പം പോകുന്നുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ അതിനൊരു പരിഹാരമാവും. ബൈക്കുകാർ പ്രശ്നമില്ല, സൈഡിലൂടെ പോയിക്കോളും. ഈ ഓട്ടോറിക്ഷക്കാരാണ്. പിന്നെ നമ്മളെ മെയിൻ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ട്രാക്ക്, 3ാമത്തെ ട്രാക്ക്, ഇത് സ്പീഡ് ട്രാക്കാണ്. ഈ സെൻറ്ററിൽ വരുന്ന ട്രാക്ക് നമുക്ക് ഏറ്റവും പതുക്കെ, നിങ്ങൾ മെല്ലെ പോകാനാണ് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഈ ട്രാക്കിലൂടെ, ഇപ്പോൾ ആ കാറ് പോകുന്നുണ്ടോ, ആ കാർ സാൻഡ്രോ കാർ പോകുന്ന ആ ട്രാക്കിലൂടെ, ഈ ബൈക്ക് പോകുന്ന ട്രാക്കിലൂടെ മെല്ലെ പോകാൻ ഉദ്ദേശിക്കുന്നവർ അതിലേ പോവാം. പിന്നെ കുറച്ചൊരു 30, 35, 40 ഒക്കെ ആകുമ്പോൾ ഈ സെൻറ്ററിലേക്ക് വരാം. ഓക്കെ. കാരണം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മിററിൽ നോക്കുമ്പോൾ എപ്പോഴും പിറകിന്ന് വരുന്ന വണ്ടി, ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്ക്
ഇപ്പോൾ ബാക്കിലൊരു കാറ് വരുന്ന കാണുന്നുണ്ടോ നിങ്ങൾ അങ്ങ് ദൂരേന്ന്. അപ്പോൾ അവർക്ക് കടന്നു പോകാനുള്ള രീതിയിൽ അവരൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്താൽ നമുക്ക് സുഖകരമായിട്ട് ഈ ഹൈവേന്ന് പോകാൻ പറ്റും. നമ്മളിപ്പോൾ സ്ലോ ആണ് ഇപ്പോൾ ഒരു പോകുന്നത് ഒരു 60 സംതിങ്. നമ്മളിനി പതുക്കെ പോകണം എന്നുള്ള ആൾക്കാർ പതിയെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാക്കിലോട്ടേക്ക് മാറാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ബാക്കിൽ സ്പീഡ് ട്രാക്കാണ്, മൂന്നാമതുള്ളതാണ് സ്പീഡ് ട്രാക്ക്. അപ്പോൾ അവർക്ക് അവരെ യാത്ര സുഖകരമായിട്ട് പോകാൻ പറ്റും. ഇപ്പം അതല്ല, ഈ സെൻറ്ററിൽ വരുന്ന കാറുണ്ടോ, അതൊരു മീഡിയം ഒരു 40-45 സ്പീഡ് ഉണ്ടാവും. അത് വളരെ കറക്റ്റ് റൂൾസ് പാലിച്ചിട്ട്. പിന്നെ ഈ ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നം ഇതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ പതിയല്ല പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസും പെട്ടെന്ന് തന്നെ നല്ല റോഡുമാണ്, വലിയ കുഴപ്പമില്ല, നല്ല മൈലേജും കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രീ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, ഫ്രീ പ്ലാസ എന്താ ഫീ പ്ലാസ മുന്നോട്ട്. അപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ടോൾ ഉണ്ടാവും എന്നാണ് തോന്നണത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു ടോളേ ആകെ കൊടുത്തുള്ളൂ, 18 രൂപയുടെ. പിന്നെ ഒരു ടോളും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാസ്ടാഗിൽ ബാലൻസ് 282 ഉണ്ട്. അപ്പോൾ 200 എപ്പുറം. ഇത് എയർടെലിൻ്റെ ഫാസ്ടാഗ് ആയതുകൊണ്ട് 200 മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. 282 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോള്, നാഷണൽ ഹൈവേൻ്റെ ഈ ടോള് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ബാലൻസ് ഉണ്ട് നോക്കാം. എനിക്കൊന്നും ടോളില്ല എന്ന് തോന്നുന്നു അല്ലേ, ടോളിൻ്റെ സമയം സെറ്റപ്പ് ആയിട്ടില്ല അല്ലേ. അപ്പോൾ ടോളില്ല. ഓക്കെ, ടോളിൻ്റെ പണി നടക്കുകയുള്ളൂ, ടോള് ഇത് ആയിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് ടോളുണ്ടോ അറിയില്ല. അപ്പോൾ പിന്നെ ആ പൈസ എന്തായി, ആ പൈസ ലാഭായി. അപ്പോൾ നല്ല റോഡാ, ടോള് ഒരു 18 രൂപ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് ഒഴിവാക്കണം ടോള്. അവിടെ ക്യൂ നിൽക്കലാന്ന് ടാസ്ക്. ചിലത് കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇടാം, ലൈൻസ് ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കാം, ലൈൻ ചേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മൾ സ്പീഡ് ട്രാക്കിലെത്തി. അപ്പം 80 കിലോമീറ്ററാണ് സ്പീഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കാം. നമ്മൾ ഇപ്പോൾ അങ്ങനെ കോട്ടക്കൽ ബൈപ്പാസ് കയറി നേരെ കാലിക്കറ്റ് പിടിക്കാം. നല്ല റോഡൊക്കെ നല്ല റോഡാണ്, നല്ല അടിപൊളിയായിട്ട് യാത്ര സുഖകരമായിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ ഹൈവേ അതോറിറ്റിയുടെ പന്തിരങ്കാവ് ടോളിലെത്തി. ഇവിടെ ഒന്നും ഇപ്പോൾ ടോള് ആയിട്ടില്ല, സ്റ്റാർട്ടായിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഫാസ്ടാഗിൽ പോകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല, നോക്കട്ടെ. ടോളിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരോ ഗേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൈസ പോയിട്ടുണ്ട് കേട്ടോ, 192 ബാലൻസ്. 280 സംതിങ് ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ എത്രയാണ് കട്ടായ, 90 രൂപയോളം കട്ടായിട്ടുണ്ട്. ഇവിടെ പന്തിരങ്കാവ് ടോളിൽ. അവിടെ ടോളിലാരും ഇരിക്കണമെന്ന് കണ്ടില്ല, എനിക്കൊന്ന് ഫാസ്ടാഗിന്ന് കട്ടായിട്ടുണ്ടാവും. അതിലെ കടന്നു പോകുന്ന വണ്ടിൻ്റെ എല്ലാം കട്ടാകുന്നുണ്ടാവും. ടോള് വിരിക്കാൻ പാടില്ല എന്ന്, അത് മറ്റേ ഇവിടെ അല്ല അല്ലേ, അതങ്ങല്ലേ. ഓക്കെ, നമ്മളൊന്ന് CNG അടിക്കാൻ കയറി കോഴിക്കോട് എത്തുന്നതിന് മുന്നേ. ഈ പബ്ബിൽ CNG ആപ്പിൾ അടിച്ച് 628 രൂപ. CNG കഴിഞ്ഞിട്ടില്ല, ഒരു 3 വട്ടം ബാക്കി ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ പോകുന്ന വഴിക്ക് കിട്ടിയില്ലെങ്കിലോ നേരത്തെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത്. എനിക്ക് തോന്നുന്നു ലോങ്ങിൽ CNG തന്നെയാണ് ലാഭം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നമ്മൾ യൂബർ ഓടുന്ന ടൈമിൽ ഫുൾ ടാങ്ക് CNG അടിച്ച് കഴിഞ്ഞാൽ 170-175 കിട്ടാൻ. ഇതിപ്പോൾ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ട് 220 ഞാൻ വരുമ്പോൾ ഉള്ളത്. അതിന് മുന്നേ ഞാനൊരു 10-15 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടാവും. ഒരു 230-240 കിട്ടി. പക്ഷേ ഇതാ 3 ഘട്ടം ബാക്കി ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഫുള്ള് നമ്മൾ CNG അടിച്ചല്ലോ. ഇപ്പോൾ ഫുള്ള് CNG അടിച്ചതിന് ശേഷം ഇപ്പോൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളാകുന്നതാണ്. ഇത്രയും കട്ട ബാക്കി ഉണ്ടായിരുന്നു, എന്നിട്ട് നമുക്ക് 250 കിട്ടിയ. അപ്പോൾ ഇതും കൂടെ ഒരു 300 കിട്ടുമെന്ന് തോന്നണം എനിക്ക്. കറക്റ്റ് എനിക്കറിയില്ല, 300 കിട്ടുമെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഇതിൽ. ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ CNG അടിച്ച ഫുള്ളായണ്ട. നേരത്തെ ഞാൻ കാണിച്ച അത്രയും കട്ട ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അടിച്ചത് നമ്മൾ കണ്ണൂർ പോകുന്ന വഴിക്ക് ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഈ ബൈപ്പാസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അണ്ടർഗ്രൗണ്ടെല്ലാം ഇങ്ങനെട്ട് അടിയിലിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞൊക്കെ പോകണം. വരുമ്പോൾ ഞാൻ 2-3 സ്ഥലത്ത് നിന്ന് അടിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അവിടെ നിന്നൊന്നും അടിച്ചില്ല. കാരണം ബൈപ്പാസിൽ നിന്ന് താഴേക്ക് പോയിട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് യൂട്ടേൺ അടിച്ച് അങ്ങനെ അങ്ങ് വരേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് പമ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ കയറിയത്. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. നമുക്കിനി പോവാം. അപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി. 220 കിലോമീറ്റർ, അത് 220 കിലോമീറ്റർ ഓടിയതാണ്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു 10-15 കിലോമീറ്റർ ഓടിക്ക് 235. പിന്നെ ഈ ഒരു 3 കട്ട് ഇങ്ങനെ ആയിരുന്നു ഉണ്ടത് CNG. അപ്പോൾ എന്തായാലും ഒരു 300 മൈലേജോ CNG അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എന്തായാലും റിട്ടേൺ ഇനിയിപ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിക്ക് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒന്ന് നോക്കാം. കാരണം ഇപ്പോൾ പെട്രോള് 2 കട്ടുണ്ട്, പിന്നെ ഞാനത് തീർക്കണ്ടെന്നുള്ളൊരു. അപ്പോൾ പെട്രോള് കൊച്ചിക്ക് റിട്ടേൺ വരുമ്പോൾ കുറച്ചും, അപ്പോൾ നമുക്കൊരു കൊച്ചിക്ക് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കട്ടേ ഉള്ളൂ പെട്രോള്. ഇനി തിരിച്ച് കൊച്ചിക്ക് വരുമ്പോൾ പെട്രോൾ കൂടെ അടിച്ചിട്ട് നമുക്ക് CNG ഫുള്ള് തീർന്നിട്ട് എത്ര മൈലേജ് ഉണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റിലേക്കാണ് പോകണ്ട കേട്ടോ. നമ്മൾ ഇറങ്ങണം. നമ്മളിപ്പോൾ അങ്ങനെ കൊയിലാണ്ടി എത്തി. നമ്മൾ വന്ന വഴി വെച്ചിട്ട് കുറച്ച് ബ്ലോക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് കൊയിലാണ്ടി. നമ്മൾ നേരത്തെ തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് നേരത്തെ തന്നെ വന്നുകൊണ്ടാണ് എന്താണെന്നൊന്നും അറിയില്ല. അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെയാണ്. പിന്നെ ഹൈവേ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പഴയ കൊയിലാണ്ടി റോട്ടിലാണെന്നുള്ള. അപ്പോൾ നമ്മൾ വരുന്നേരം എല്ലായിടത്തുനിന്നും നല്ല സ്മൂത്തായിട്ട് വന്നു. ഇതിപ്പോൾ വടകര കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. അതായത് നമ്മുടെ ആ പാലില്ല, ആ പാലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടി വരണ്ടായിരുന്നു. മാഹി ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പുതിയ മാഹി ബൈപ്പാസ്. അപ്പോൾ ഇതിലെ നേരെ ഇനി ഒരു 13 മിനിറ്റ് തലശ്ശേരി എത്താൻ. ഓക്കെ, അപ്പം ഈ ബൈപ്പാസും അടിപൊളിയാണ്. നമ്മൾ വരുമ്പം കണ്ട പാലിയക്കര ടോളില്ലേ, അതൊക്കെ പോലത്തെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ കൊയിലാണ്ടി ആ ബൈപ്പാസിൻ്റെ പണിയും കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോനെ പൊള്ളിയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് ബൈപ്പാസിൽ നിന്ന് തലശ്ശേരിക്കുള്ള എക്സിറ്റ്. അപ്പോൾ നമ്മൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങ് അവിടെ പോയി ഇറങ്ങുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ഇറങ്ങാണ് ടോൾ കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങ് ഇറങ്ങാം. ഇവിടെ നിന്ന് എന്നിട്ട് ലെഫ്റ്റിലേക്ക് തലശ്ശേരി, റൈറ്റിലേക്ക് ഇരട്ടി. ഓക്കെ.